എൻ്റെ നീളം മുടി ഞാനങ്ങ് മുറിച്ച് കളഞ്ഞടാ. കഴിഞ്ഞ ദിവസം ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നവർ മുടി കണ്ട് എന്നെയാന്നേ ഇഷ്ടപ്പെട്ടത്. ചോ, വലുതാകുമ്പോൾ ആരാകാനാ ഇഷ്ടം? ഭിന്നശേഷി പിള്ളേരെ നോക്കുന്ന മജീഷ്യനാകണം. അങ്ങനെ പെട്ടെന്ന് പണക്കാരനാകണം. ഫോണിൽ കണ്ണും നട്ടിരിക്കുന്നവർ ഇടയ്ക്കിടെ വെള്ളം കുടിക്കണമെന്ന്. അത്രയും സമയമെങ്കിലും ഫോണിന് റെസ്റ്റ് കിട്ടട്ടെ എന്ന് കരുതിയാവും. ഇതെല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ്. ഹേ, മരുന്ന് അപ്പൂപ്പനാണെന്നല്ലേ പറഞ്ഞത്? ചൊവ്വാഗ്രഹത്തിൽ വെള്ളവും ഐസും കണ്ടെത്തിയെന്ന്. അപ്പോ കുപ്പിയും അച്ചാറും കൊണ്ടുപോയാൽ മതിയല്ലേ? ഇതെന്താ ഇവിടെ മഞ്ഞ എലിയോ? ഓ, ഇന്നു ആ പണ്ടാര എലി വാഴക്കാപ്പത്തിന്റെ മാവേ വീണെന്നാ തോന്നുന്നത്. മെഴുകുതിരി വേട്ടത്തിലാ ഞാൻ പഠിച്ചത്. ഇനി അങ്ങോട്ടും അതാ നല്ലത്. ആ മുട്ടൊന്ന് മടക്കിയേ. അതെ, ഈ മുട്ട് മടക്കി ശീലം എനിക്ക് പണ്ടേ ഇല്ല. കൊതുക് ശല്യം നിന്റെ വീട്ടിൽ മാത്രമല്ലടി, എല്ലാ വീട്ടിലും ഉണ്ട്. അതെയോ? ഓ, ആശ്വാസമായി. 1-ാം തീയതി മുതൽ മദ്യപിക്കില്ലെന്ന് പറഞ്ഞിട്ട്. അത് ഞാനല്ലടി, എന്റെ ഫ്രണ്ടാ. നിങ്ങളുടെ കുരുത്തക്കെട്ട മക്കള് ഓടിച്ചിട്ടതാ. ഇത് മുഖ്യമന്ത്രി കസേരയാ, എനിക്ക് വേണമെന്ന് പറഞ്ഞു. കുട്ടികൾ 4 ആയില്ലേ, ഇനി മതിയാക്കിക്കൂടെ? അത് പറ്റില്ല, ഞാനൊരു ഡെവലപ്മെന്റ് ഓഫീസറാണേ. അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളം. ഒന്ന് പോയി നോക്ക മനുഷ്യ. ഒന്ന് പോയി നോക്കിയതിന്റെ ബഹളാ ഇപ്പൊ അവിടെ നടക്കുന്നത്. കാതില് ഉറുമ്പ് കയറിയിട്ട് എന്നാ ചെയ്തു? പാവം, അതിന് വിശക്കട്ടല്ലോ എന്ന് കരുതി കുറച്ച് പഞ്ചാര ഇട്ട് കൊടുത്തിയേച്ചു. നിനക്ക് ഏറ്റവും ഇഷ്ടഗാനം ജനഗണമനയാണെന്നോ? അത് കഴിഞ്ഞ സ്കൂള് വിടുവല്ലോ. മൂക്ക് കാണട്ടെ. ഓ, പാല ഒടിഞ്ഞിട്ടുണ്ട്. സിമന്റും കമ്പിയും വേണ്ടി വരുമോ ഡോക്ടർ? ഒളിച്ചോടാൻ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ കൂട്ടുകാരി കൂടെ വരാൻ നിൽക്കുവാന്നേ. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പെൻഷൻ 3000 ആക്കുമെന്ന്. അവസാനം ഉള്ളത് കൂടി പോകാതിരുന്നാ മതിയായിരുന്നു ദൈവമേ. റയില് പണിക്ക് വന്നയാൾ വീട്ടുടമയുടെ ഭാര്യയുമായി മുങ്ങിയെന്ന്. ഒരുത്തന് ശുക്രദശയും മറ്റവന് ശനിദശയും.